നമസ്കാരം. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലൊക്കെ കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് കാലാവസ്ഥയിലാണ് മഞ്ഞപ്പിത്തം അഥവാ വൈറൽ ഹെപ്പറ്റൈറ്റിസ് പടരുന്നത്. ഇപ്പോൾ മഴക്കാലമാണ്. മഴക്കാലത്തും മഞ്ഞപ്പിത്തം പടരുന്നത് അധികം തന്നെയാണ്. രോഗം പടരാതിരിക്കാനായി കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. മഞ്ഞപ്പിത്തം വരാതിരിക്കാനും പ്രതിരോധിക്കാനും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണ്. നമ്മുടെ കണ്ണിനും തൊലിപ്പുറത്തും മഞ്ഞ നിറം വരുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമെന്ന് പറയുന്നത്. കാര്യമായ രോഗലക്ഷണങ്ങൾ കാണാത്തതാണ് ഹെപ്പറ്റൈറ്റിസ് എയുടെ പ്രധാന ലക്ഷണം. 95% കുട്ടികളിലും 10 മുതൽ 25% മുതിർന്നവരിലും പൊതുവെ ലക്ഷണങ്ങളൊന്നും തന്നെ കാണാറില്ല. പനി, കടുത്ത നിറത്തിലുള്ള മൂത്രം, വയറുവേദന, ഭാരം കുറഞ്ഞു പോകുക, തലവേദന, ക്ഷീണം, ഛർദി തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ രോഗലക്ഷണങ്ങളാണ്. രോഗം മൂർച്ഛിക്കുമ്പോൾ കണ്ണിനും തൊലിപ്പുറത്തും മൂത്രത്തിലും നഖത്തിലുമൊക്കെ മഞ്ഞ നിറം കാണപ്പെടും. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നതാണ് മഞ്ഞപ്പിത്തം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒന്ന്. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ വൃത്തിയായി കഴുകുക. മാത്രമല്ല, കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ നന്നായി വൃത്തിയാക്കുക. കിണറുകളിലെ വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. വീട്ടിലും പരിസരത്തും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടാൻ ഇടയാക്കരുത്. മാത്രമല്ല, കിണറ്റിൽ മറ്റഴുക്ക് ജലമൊന്നും വീഴാതിരിക്കാൻ നമ്മൾ പ്രത്യേകിച്ചൊരു മതിലൊക്കെ കെട്ടി നിങ്ങളുടെ കിണറിനെ സൂക്ഷിക്കേണ്ടതാണ്. രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകൾ പ്രത്യേകം ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രമേഹമുള്ളവർക്കും പ്രായമായവർക്കും രോഗം വേഗത്തിൽ പിടിപെടാനുള്ള ഒരു സാധ്യതയുണ്ട്. കുടിക്കുന്ന വെള്ളമാണ് പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ വില്ലനാകുന്നത്. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. രോഗം ബാധിക്കുന്നവർ വ്യക്തി ശുചിത്വം പാലിക്കേണ്ടതാണ്. കൂടാതെ രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തുന്നവർ കൈകൾ കൃത്യമായി കഴുകി വൃത്തിയാക്കുക. രോഗമുണ്ടെന്ന് തോന്നിയാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വേഗം തന്നെ വൈദ്യസഹായം കൃത്യമായി തേടേണ്ടതാണ്. രോഗമുള്ളവർ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം വേണം കഴിക്കാൻ. കഴുകി വൃത്തിയാക്കിയ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ധാരാളമായി നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. തിളപ്പിച്ചാറിയ വെള്ളം ധാരാളം കുടിക്കുക. തുറന്നു വെച്ച ഭക്ഷണവും അതുപോലെ അഴുക്കായ പഴങ്ങളൊന്നും കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുന്നതിനും ഭക്ഷണം പാചകം ചെയ്യുന്നതിനും മുൻപ് കൈകൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. രോഗമുള്ളവർ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിഭാഗത്തിൽപ്പെട്ട മഞ്ഞപ്പിത്തം നമ്മുടെ ചൂട് കാലത്തും അതുപോലെ തന്നെ ഒരു വിഭാഗം മഴക്കാലത്തും ഒക്കെ വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. വളരെ ഹൈജീനായി ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഹെൽത്ത് സേഫായിട്ട് തന്നെ വയ്ക്കുക. സോ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.